ഹായ് ഹലോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് അണ്ടർ വാട്ടർ അക്വാ ടണലിലാണ്. മാവേലിക്കരയിൽ ഞങ്ങളുടെ സ്വന്തം നാട്ടിലാണ് ആദ്യമായി അണ്ടർ വാട്ടർ അക്വേറിയം വന്നത്. അപ്പം ഞാൻ അത് വന്ന സമയത്ത് ആദ്യം തന്നെ പോയി കാണാമെന്ന് കരുതി. കാരണം വലിയ തിരക്കൊന്നുമില്ലാതെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കാണാം. എന്തായാലും ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം. ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല. ഇത് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു പ്ലേസ് അല്ല കേട്ടോ. ശരിക്കും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാവാം അവർ അറേഞ്ച് ചെയ്ത് വരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ചേട്ടനും ചേച്ചി ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളവരെ പോസ്റ്റ് ആക്കിയതിൻ്റെ കുറച്ച് പരാതിയൊക്കെ കേട്ടു. എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ പറയാം, നമ്മൾ റീൽസ് വീഡിയോസൊക്കെ കാണുന്നത് പോലെയല്ല. ഇതെല്ലാം ഒരു അറേഞ്ച്മെൻ്റ് ആണ്. പിന്നെ അവരുടെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ വേറൊരു വേൾഡിലൊന്നും എത്തിയതുപോലുള്ള ഫീലൊന്നും എനിക്ക് തോന്നിയില്ല പേഴ്സണലി. എനിവേ, എന്തായാലും എല്ലാം ഒരു വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഓരോ അണ്ടർ വാട്ടറിൽ നമ്മളുടെ അതിലുള്ള ആനിമൽസിനെ ഫിഷിനെയൊക്കെ കാണിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ടണലകത്താണ്, നമ്മൾ ടണലിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ടണലിൻ്റെ പുറത്ത് തന്നെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഗ്ലാസ് അക്വേറിയത്തിൽ പല പല ഷേപ്സിലും കളേഴ്സിലും അവൈലബിൾ ആയിട്ടുള്ള ഫിഷസ് ആണ്. അതായത് നമ്മൾ കടലിൽ മാത്രം കാണുന്ന മീനുകളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴുള്ള നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നത് കുഞ്ഞു കുഞ്ഞു മീനുകളാണല്ലോ, നല്ല കളർഫുള്ളായിട്ടുള്ളത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ദേവൂട്ടനെ എനിക്കൊരുപാട് അക്വാട്ടിക് ആനിമൽസിനെ കാണിക്കാൻ പറ്റും. ആ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള സ്റ്റാർ ഫിഷിനെ കണ്ടില്ലേ, അതുപോലെ അവൻ്റെ ഷാർക്ക്, പിന്നെ അലിഗേറ്റർ, ഇങ്ങനെയുള്ള കുറേ ഫിഷിൻ്റെ പേരൊക്കെ ഉണ്ടറിയാം. അതൊക്കെ എനിക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റി. ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ ഫിഷൊക്കെ. നമ്മളങ്ങനെ ടണലിൻ്റെ അകത്തേക്ക് പോയി നോക്കണം എന്താണ് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എന്ന്. ഇതിപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്ന പല പല മീനുകളുണ്ടല്ലോ. ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ വാട്ടറിൻ്റെ, അതായത് കടലിൻ്റെ അടിയിൽ ഒക്കെ പോയൊരു ഫീൽ കിട്ടും. പിന്നെ ഇതെല്ലാം ഒരു ഗ്ലാസ് അക്വേറിയമാണ്. ഇതാണ് കേട്ടോ അലിഗേറ്റർ. അപ്പോൾ ഈ ഗ്ലാസ് അക്വേറിയത്തിൽ നമ്മൾ വീട്ടിൽ അക്വേറിയം വെക്കുന്ന പോലെയല്ല, ഭയങ്കരമായിട്ട് വെല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും വിഷമം വന്നത് ഇതിൽ കുറേ മീനുകളൊക്കെ ചത്ത് കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. ഇത്രയും വലിയൊരു എഫേർട്ട് എടുത്ത്, അതായത് ഇത്രയും വലിയൊരു എഫേർട്ട് എടുത്ത് ആളുകൾ ഇത്രയും ബെസ്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു ഭയങ്കര നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് പല പല മീനുകളെ അവരവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്, ഷോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോരോ മീനുകളെ ആയിട്ട് കണ്ട് വരികയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, കളർഫുള്ളായിരുന്നു. പിന്നെന്താ, നമുക്ക് പേരൊന്നും അറിയത്തില്ല കേട്ടോ അവിടെ, പക്ഷേ പേരൊക്കെ ഓൾറെഡി മെൻഷൻ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ടണലിൻ്റെ അകത്തേക്ക് കയറി. ഇതാണ് ടണലിൻ്റെ അകത്തെ ഫീൽ. അതായത് ഒരു ഫുൾ ഗ്ലാസ്ഡ് ആയിട്ടുള്ള അക്വേറിയം ഉണ്ട്. ഫുൾ നമ്മളുടെ സൈഡിലും നമ്മളുടെ മുകളിലും എല്ലാം ആ ഗ്ലാസിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ചെറിയ ചെറിയ കളർഫുൾ ആയിട്ടുള്ള മീനുകളായിരുന്നു. അപ്പോൾ ആ മീനിൻ്റെ കളർഫുൾ വേൾഡ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം അവിടെ കുറേ ബേർഡ്സ്, ആനിമൽസ്, അങ്ങനെ എല്ലാം കുറേ സാധനങ്ങളുടെ, അതായത് കുറേ ആനിമൽസിൻ്റെ ഷോസ് ആയിരുന്നു. അതൊരു കമ്പനി നടത്തുന്നതാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു ഒരു ഷോ ആണ്. നമുക്ക് അക്വാട്ടിക് ആനിമൽസിനെ കാണാൻ പറ്റി, നമുക്ക് ആനിമൽസ് ബേർഡ്സിനെയൊക്കെ പല പല കാണാൻ പറ്റി. നമുക്ക് നമ്മളുടെ ഒരു സൺഡേ സ്പെൻഡ് ചെയ്താൽ വെൽ സ്പെൻഡാണ്. കാരണം എനിക്ക് തോന്നിയത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ, അപ്പം ഞാൻ എൻ്റെ 2 മക്കളെയും കൊണ്ട് പോയപ്പോൾ അവിടെ എനിക്ക് അവരെ ലൈവായിട്ട് അവർ ഫോട്ടോയിലോ വീഡിയോസിലോ ഒക്കെ കണ്ടിട്ടുള്ള പല പല കൺട്രീസിൻ്റെ ആനിമൽസ്, അതിൽ ബേർഡ്സ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ബേർഡ്സ്, നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ബേർഡ്സ്, ആനിമൽസ്, അങ്ങനെയുള്ളതൊക്കെ നമ്മളൊരു കാഴ്ച ബംഗ്ലാവിൽ കൊണ്ട് കാണിക്കുന്നുള്ളൂ. നമുക്ക് കാണാൻ പറ്റും. അവർക്കിത് ലൈവായിട്ട് കാണാൻ പറ്റുക പല കളേഴ്സിൽ, പല ഷേപ്സിൽ, പല സൗണ്ട്സ്, അതൊക്കെ ലൈവായിട്ട് കാണാൻ കേൾക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. നമുക്ക് പേര് പോലും അറിയത്തില്ലാത്ത ബേർഡ്സ്, ഞാനിവിടെയൊക്കെ ഒത്തിരി സാധനങ്ങൾ ആദ്യമായിട്ട് കാണാവുന്നതാണ്. പിന്നെ എന്താ പറയുക, കുറേയൊക്കെ ബേർഡ്സൊക്കെ നമുക്ക് ഫെമിലിയറാണ്, നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ്. പ്രാവുകളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഫെമിലിയറായിട്ട് തോന്നിയത്. കാരണം ഈ പ്രാവുകളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കത് ഭയങ്കര ഫെമിലിയറായിട്ട് തോന്നി പ്രാവുകളുടെയൊക്കെ. പിന്നെ കോഴികളിലാണ് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. പല 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 ചെറിയ തൊട്ട് വലുത് വരെ പല വെറൈറ്റി കോഴികളുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ബേർഡ്സ്. പിന്നെ എന്താ പറയുക, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പേര് ഞാൻ ദേവൂട്ടം പറയുന്നത് കേട്ടുള്ളൂ. അങ്ങനെ അതിനെ ഞാൻ എന്തായാലും നേരിട്ട് കാണാൻ പറ്റി. പിന്നെന്താ പറയുക, എലി ഉണ്ടായിരുന്നു, കണ്ടില്ലേ, വെള്ള കളറിലെ എലിയെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഞാനങ്ങനെ കണ്ടിട്ടില്ല. പൂച്ചകളുടെ വെറൈറ്റിയാണ് അമ്മോ ഒരു ഭയങ്കര വ്യത്യസ്തം. അതായത് പേർഷ്യൻ ക്യാറ്റ്. പിന്നെ പൂച്ചകളൊക്കെ എന്ത് ഭംഗിയല്ലേ, നമുക്ക് നാട്ടിലെ സാധാ പൂച്ചകളെ നമ്മൾ കണ്ടുള്ളൂ. ഇത് ഭയങ്കര വലിയ പൂച്ച. പിന്നെ ബേർഡ്സ്, ലവ് ബേർഡ്സ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ
ഭയങ്കര ഓൾറെഡി കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഞങ്ങളൊന്ന് ഉറങ്ങിക്കിടക്കുന്ന ഒരു പൂച്ച ഒന്ന് ഇച്ചിരി ഒന്ന് ശല്യപ്പെടുത്തി, അത് ദേഷ്യം പിടിക്കുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം അടുത്ത് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം ദേവട്ടനും പാച്ചക്കുഞ്ഞും അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് കളിച്ച് അവർ എൻജോയ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഒരുപാട് കടകളുണ്ട്. പിന്നെന്താ പറയുക, ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിലും വെറൈറ്റി ആയിട്ടുള്ള പ്ലേ ഏരിയ ഉണ്ട്. അപ്പം നമ്മൾ രാവിലെ പോയതുകൊണ്ട് നമുക്ക് അധികം പ്ലേ ഏരിയയിൽ അങ്ങനെയൊന്നും കയറാൻ പറ്റില്ല. എന്തായാലും ഈ ടണൽ അക്വേറിയം എനിക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും പോയൊന്ന് കാണുക മസ്റ്റായിട്ട്. ബൈ ബൈ.